നമസ്കാരം. സ്ത്രീ 2 സിനിമയിലൂടെ ശ്രദ്ധേയനായ ഹാസ്യതാരം മുഷ്താഖ് ഖാനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഒരു പരിപാടിക്കായി വിളിച്ചു വരുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് താരത്തെ 12 മണിക്കൂറോളമാണ് ആക്രമിച്ചത്. സംഭവത്തിൽ താരം പോലീസിൽ പരാതി നൽകി. നടന്റെ ബിസിനസ് പാർട്ണറാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു പരിപാടിയിൽ ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവമെന്ന് ബിസിനസ് പാർട്ണർ ശിവം യാദവ് പറഞ്ഞു. നവംബർ 20-നാണ് സംഭവം. മീററ്റിൽ ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കാനായിട്ടാണ് താരത്തെ വിളിച്ചത്. ഇതിനായി അഡ്വാൻസ് തുക അക്കൗണ്ടിലേക്ക് ഇടുകയും വിമാന ടിക്കറ്റ് അയക്കുകയും ചെയ്തു. ഡൽഹിയിൽ വിമാനമിറങ്ങിയ താരത്തെ കാറിൽ കയറ്റി ഡൽഹിയിലെ ബിജ്നോറിനടുത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മോചനദ്രവ്യമായി 1 കോടി രൂപ നൽകണം എന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. നടനെ ക്രൂരമായി ആക്രമിച്ച് നടന്റെയും മകന്റെയും അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു. 12 മണിക്കൂറോളം നടനെ പീഡിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത ദിവസം രാവിലെ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് താരം അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ട് പള്ളിയിൽ അഭയം തേടുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. തുടർന്നാണ് താരം പോലീസിൽ പരാതി നൽകിയത്. അടുത്തിടെയാണ് ഹാസ്യതാരം സുനിൽ പാലിന് സമാനമായ ദുരനുഭവം ഉണ്ടായത്. പരിപാടിക്കായി വിളിച്ചു വരുത്തി താരത്തെ തട്ടിക്കൊണ്ടു പോവുകയും പണം തട്ടുകയുമായിരുന്നു. തന്റെ കണ്ണു കെട്ടിയെന്നും മോചനദ്രവ്യമായി ആദ്യം 20 ലക്ഷവും പിന്നീട് 10 ലക്ഷവും ചോദിച്ചെന്നും നടൻ പറഞ്ഞിരുന്നു. ഒടുവിൽ 7.5 ലക്ഷം രൂപ നൽകിയതിനു ശേഷമാണ് വിട്ടയച്ചതെന്നും നടൻ പറഞ്ഞിരുന്നു.